പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇപ്പോൾ ചോദിക്കുന്നത് എന്താ ചിത്ര മുഖത്ത് സന്തോഷം എന്നല്ലേ? ഇന്ന് ഞായറാഴ്ച പ്രിയ സഹോദരങ്ങൾ, ഓൾറെഡി 2 കുർബാന കഴിഞ്ഞു. ശരിക്കും ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഓരോ അഭിഷേകം, ഓരോ ഉണർവ്, ഓരോ ശക്തി. മാത്രമല്ല, നമ്മുടെ 15 നോമ്പിൻ്റെ പുണ്യപ്പെട്ട ദിവസങ്ങളല്ലേ, ഒരു നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു എന്തെന്നില്ലാത്ത ഒരു എനർജി, ഒരു ഉണർവ് പ്രിയ സഹോദരങ്ങളെ അച്ഛനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസസ് ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനം വെളിപ്പെടുത്താണ്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കും. സ്നേഹത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത്? അവനും അവളും സ്നേഹത്തിൽ ജീവിക്കുന്ന പോലെയല്ല, ആ ദമ്പതികളും ഈ ദമ്പതികളും പോലെയല്ല, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത പറയാണ്, അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. സുരഭില കാഴ്ചയും ബലിയുമായിട്ട് തന്നെ ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ നോക്കിയ സഹോദരങ്ങളെ, ശരിക്കും അത് തൻ്റെ ജീവനെ കൊടുത്തേന്ന്. അപ്പോൾ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചത്, ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് എങ്കിൽ, ഞാൻ എൻ്റെ പങ്കാളിയെ സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ ഇടവക ജനത്തെ സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ സമൂഹത്തിലുള്ളവരെ സ്നേഹിക്കുന്നത്, അത് സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായൊരു പിശുക്കുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നില്ലേ സഹോദരങ്ങളെ? വെറുതെ അല്ല പറയുന്നത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ. മാനദണ്ഡം ക്രിസ്തു എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത്, അതായത് ഞാൻ എന്നെ തന്നെ അന്ന് ആത്മശോധന ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസ്തതയുള്ളത്, നിരന്തരം യേശുവിനോട് അവിശ്വസ്തത കാണിക്കുന്നു എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണ്. എല്ലാ ദിവസവും അവിശ്വസ്തത കാണിക്കുക, ആ കാര്യത്തിൽ മാത്രമാണ് വിശ്വസ്തതയുള്ളത്. എന്നിട്ടും എൻ്റെ യേശു, എൻ്റെ മകനെ സജു, യു ആർ മൈ പ്രീസ്റ്റ്, എൻ്റെ പുരോഹിത എന്ന് പറഞ്ഞ് ഓരോ ദിവസവും എന്നെ മാറോട് ചേർത്ത് നിർത്തുന്ന അസ്തമിക്കാത്ത സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, ദൈവസ്നേഹം. അത്രമാത്രം ഞാൻ അവിശ്വസ്തനാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന അതേ യേശു നിങ്ങൾ ഓരോരുത്തരെയും പ്രിയ ദൈവമക്കളെ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും പാപം എന്നുള്ളത് ഈ സ്നേഹത്തെ തിരസ്കരിക്കുന്നു എന്നതാണ് പാപം. അതായത് ക്രിസ്തുവിൻ്റെ ബലി ചെയ്യപ്പെട്ട സ്നേഹത്തെ തിരസ്കരിക്കുന്നു എന്നതാണ് പാപം. ഓ ദൈവമായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം അത് കടന്നു വരാനായിട്ട് ഇടയാകട്ടെ. ഞങ്ങളെ തന്നെ മുറിച്ചുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളവരെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട കൃപയുണ്ടാകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.